ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഷാനുഖാൻ്റെ കടയിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇനി നമ്മൾ അടുത്ത പരിപാടി കേട്ടോ. സംഭവം സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ ഷാനുഖാട്ടാ. ഇതാണ് ഷാനുഖാൻ്റെ കടയാണ്. ഇത് അമ്പലവയലാട്ടോ. ഇതാണ് ഷാനുഖാൻ്റെ കട. പിന്നെ നമ്മുടെ സാധനം ഇതാട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. ഇതിന് കുറച്ച് പണികളൊക്കെ ഉണ്ട്, സർവീസ് ചെയ്യാനും അങ്ങനെയുള്ള പണികൾ. ഗിയറിൻ്റെ ഒക്കെ കുറേ കംപ്ലൈൻ്റ് ഉണ്ട്. അതൊക്കെ എടുത്തിട്ടൊന്ന് സെറ്റാക്കി. ഇതുണ്ട് ഗിയറിൻ്റെ ഈ സാധനങ്ങളൊക്കെ ഇളകിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അതൊക്കെ റെഡി ആയിക്കൂടെ ഷാനുഖാ? സെറ്റാക്കി എടുക്കാം അല്ലേ? അത് നമ്മളിതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളെ പരിപാടി തുടങ്ങും. ആശാൻ വന്നിട്ടില്ല, ആശാനെ വിളിക്കണം. പക്ഷെ ആശാൻ നമ്മുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ നമുക്ക് സെറ്റാക്കി എടുക്കാം. എന്തായാലും ഞാനത് ഷാനുഖായിട്ടൊന്ന് സംസാരിച്ചൊന്ന് ഡീലാക്കട്ടെ കേട്ടോ. ഓക്കെ. നമ്മൾ ചെയ്യാനുള്ള വണ്ടി പഴയ വണ്ടിയാണ്, ഒരുപാട് പഴക്കമുള്ള വണ്ടിയാണ്. പിന്നെ അതിന് ചെറിയൊരു ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, പിന്നെ ഗിയർ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ ഒന്നുകൂടി ഒന്ന് സർവീസ് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലാണ്. ഇതാണിപ്പോൾ ഷാനൊക്കെ കാണിച്ചു തന്ന ഒരു ലൈറ്റ് കേട്ടോ. എവിടെ ഇങ്ങനെ, പിന്നെ അതിനകത്ത് തന്നെ ഓണും ഉണ്ട്. ഇതിങ്ങനെ ഓണൊക്കെ ഉണ്ട്, നല്ല സെറ്റപ്പാണ്. ഇതിന് 400 രൂപ കേട്ടാ. ഇതിന് എത്രയാണ് ഷാനുഖാ ചെറുതിന്? 200. ഇത് ലൈറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് 200 ഒക്കെ റീചാർജ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ പുതിയ ഒരു വണ്ടി മേടിച്ച് ഇപ്പോൾ ചെയ്യാനുള്ളൊരു സെറ്റപ്പിലല്ല. പിന്നെ പുതിയ വണ്ടിക്കൊക്കെ നല്ല വിലയല്ലേ. അപ്പോൾ ഉള്ള വണ്ടി ഒന്ന് നന്നാക്കി എടുത്ത് സെറ്റാക്കി എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അതേ പുതിയ വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഗിയറുള്ള വണ്ടികളൊക്കെ, അടിപൊളി വണ്ടികളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ സൈക്കിൾ നന്നാക്കി എടുത്താൽ നമുക്ക് പോയിക്കൂടെ? എന്താ നിങ്ങളെ അഭിപ്രായം പറയും? നല്ല സൈക്കിളെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനകത്ത് ഇനിയിപ്പോൾ കംപ്ലൈന്റ് ഗിയറും ബ്രേക്കും ഒക്കെ ഒന്ന് സർവീസ് ചെയ്താൽ സെറ്റായിടുക അല്ലേ? അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് മതി എന്നാണ് ഷാനൊക്കെ പറയണത്. പിന്നെ നമ്മൾ നേപ്പാൾ ആ ഭാഗത്തോട്ടൊക്കെ കയറുമ്പോൾ ഇൻഷാല്ല ഒരു സൈക്കിൾ നല്ലത് വാങ്ങാനുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് അല്ലേ? അപ്പോഴത്തേക്കൊക്കെ പോരെ? അപ്പോൾ തൽക്കാലം നമുക്ക് ഈ കേരളം ചുറ്റിയടിക്കാൻ ഇതൊക്കെ മതി എന്നാണ് പറയണത് അല്ലേ? അപ്പോൾ ഇതുകൊണ്ട് തന്നെ സെറ്റാക്കി എടുക്കാന്ന് വിചാരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾ സെറ്റായിക്കോ. നാളെ തരുമോ? നാളെ തരാം. നാളെ താ. വൃത്തിയായിട്ട് നിങ്ങളൊന്ന് ഗിയറൊക്കെ ഒന്ന് സെറ്റാക്കി നിങ്ങൾ നല്ലോണം ഒന്ന് ഓടിച്ചു നോക്കിട്ടോ. എന്നിട്ട് സെറ്റാക്കാം. നമ്മളെന്തായാലും സൈക്കിള് റെഡിയാക്കാൻ കൊടുത്തു. പിന്നെ പുതിയത് നമുക്ക് മേടിക്കാനൊരു പറ്റിയൊരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇങ്ങനെയൊന്നും അല്ല. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ആശാൻ നമ്മളെ കൂടെ വരിക, നമ്മളിങ്ങനെ ഓരോ ജില്ല എങ്ങനെ പോവുക, അങ്ങനെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്ത് തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആശാൻ എൻ്റെ കൂടെ വരാനും പറ്റില്ല. അവന് പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എൻ്റെ കൂടെ വരാനും പറ്റില്ല. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു സൈക്കിൾ എടുത്തിട്ട് നമ്മുടെ വയനാട് ജില്ലയിൽ നിന്ന് അങ്ങ് പുറത്തോട്ട് ഇറങ്ങാമെന്നുള്ള ആ ഒരു ആലോചനയിലാണ് ഇരിക്കുന്നത്. എന്താ വെച്ചാൽ ഒന്നാമത് നമ്മുടെ വയനാട് ജില്ലയിൽ രാത്രി ടൈമിലൊന്നും ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. ഈ മൃഗങ്ങളുടെ പ്രശ്നം ഭയങ്കര ഒരു പ്രശ്നമായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് ക്യാമ്പ് ചെയ്ത് ഇങ്ങനെ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു പഴയ സൈക്കിളാണ്, അതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. നമ്മൾ വേറൊരു ആലോചന കൂടി, നമ്മൾ നേപ്പാളിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ദീപക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് നേപ്പാളിലുള്ളതാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പായി. അപ്പോൾ പുള്ളിയുടെ നാട് ശരിക്കും നേപ്പാളാണ്. പക്ഷെ മലയാളം നല്ലോണം സംസാരിക്കും. ഇടുക്കിയിലാണ് ജോലി ചെയ്യണതും. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ നാട്ടിലോട്ടൊന്ന് ചെല്ലാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ഫാമിലിയാണ് അവർ. അപ്പോൾ എന്തായാലും അവർക്ക് ഞാൻ നേപ്പാൾ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഒരു സന്തോഷമായി. അപ്പോൾ അവർ പറഞ്ഞു അവരെ നാട്ടിലോട്ട് ചെല്ലാൻ. അപ്പോൾ അവർ നാട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നേപ്പാളിലൊക്കെ ഒന്ന് പോവും. ചിലപ്പോൾ നേപ്പാൾ ആ വഴി അങ്ങനെ എല്ലാം ഒന്ന് കറങ്ങി പോകാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ സൈക്കിൾ തന്നെ ഒന്ന് സർവീസ് ചെയ്തെടുത്തിട്ട്, സർവീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗിയറൊക്കെ കംപ്ലൈൻ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡി ആക്കി എടുത്തിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് കേരളം ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ, കേരളം ഫുള്ള് കംപ്ലീറ്റ് ആവില്ല, നമ്മൾക്ക് ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പോവുക. പിന്നെ അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഓരോ ജില്ലയിലും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്കൊക്കെ അറിയാമല്ലോ ഓരോ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് ക്യാമ്പ് ചെയ്യുക, അവിടെ കുക്ക് ചെയ്യുക, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എല്ലാം ചെയ്ത് അവിടുന്ന് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോവുക. അങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ കറങ്ങി തിരിഞ്ഞ് വരും കേട്ടോ. പിന്നെ ആശാനെ കൂട്ടിയിട്ടൊക്കെ പോവുള്ളൂ. അപ്പോൾ അതുവരെ തൽക്കാലം നമുക്ക് കേരളത്തിന് അകത്ത് പോകാൻ നമുക്ക് ഈ ഒരു വണ്ടി മതി എന്നാണ് എൻ്റെ ഒരു
അഭിപ്രായം. പിന്നെ പുള്ളി നമ്മുടെ ഷാനുക്കയും പറഞ്ഞു ഇത് തന്നെ കുഴപ്പമൊന്നുമില്ല, നന്നാക്കി എടുക്കാം എന്നുള്ളതിലാണ്. ഇത് ഡിസ്ക് ബ്രേക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. വണ്ടി കുഴപ്പമൊന്നുമില്ല, കുറച്ച് പഴക്കണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ്, ഇങ്ങനെ ഒക്കെ സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത പ്ലാന്. എന്തായാലും ഞാൻ ഈ സൈക്കിളൊന്ന് സർവീസ് ചെയ്ത് ഇറങ്ങി നാളെ ഉച്ചയ്ക്ക് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഇറങ്ങുന്നതായിരിക്കും എന്ന് വിചാരിക്കാം. നമ്മുടെ സൈക്കിളപ്പോൾ സർവീസിന് കൊടുത്ത് പിന്നെ ഞാനും കൂടെ പോകുന്നു കേട്ടോ. ഭയങ്കര മഴ, അതേ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിട്ടത്. ഭയങ്കര മഴയാണ്, ചെളി. ഇത് ഇങ്ങനെ വലിയ തോട്ടമാണ്. അപ്പോൾ തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ഷെഡാണ് കേട്ടത്. കണ്ടോ, ഇത് മൊത്തം തോട്ടം കേട്ടോ, കാപ്പിത്തോട്ടവും മുളം തോട്ടവും അങ്ങനെ ഒരു സ്ഥലമാണ് കണ്ടോ. പക്ഷെ വണ്ടിക്ക് ഒരുപാട് പണിയുണ്ട്. പഴയ വണ്ടിയല്ലേ, നമ്മൾ പുതിയത് എടുത്തിട്ട് പോകണമെങ്കിൽ പുതിയതിനൊരു 10-15,000 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അത്രയും പൈസ ഒന്നും ഇപ്പോൾ എടുക്കാനും ഇല്ല. അപ്പോൾ തൽക്കാലം നമ്മളൊന്ന് ട്രൈ ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ കേരളം മൊത്തം ചുറ്റി ഇങ്ങനെ. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, നേപ്പാളിൽ പോകണം, പിന്നെ ആ ഗ്രാമങ്ങളിൽ ഒക്കെ സ്റ്റേ ചെയ്യണമെന്ന്. അവൻ്റെ 1-2 ആൾക്കാരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര ആഗ്രഹം. അപ്പോൾ വിചാരിച്ചു എന്തായാലും ദീപക്കിൻ്റെ കൂടെ പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. പിന്നെ ഇപ്പം ഉണ്ടാവില്ല, എന്തായാലും കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. പതുക്കെ ഞാനപ്പോൾ കേരളത്തിൽ നമ്മുടെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, നല്ല നല്ല സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ മലപ്പുറത്തുനിന്നും പെരിന്തൽമണ്ണയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെരിന്തൽമണ്ണ, പിന്നെ അതുപോലെ ഇടുക്കി, അങ്ങനെ കുറേ സ്ഥലത്തുണ്ട്. പിന്നെ കോഴിക്കോട്, അങ്ങനെ കുറേ സ്ഥലത്ത്, കൊല്ലത്തുനിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പോയി നമ്മൾ ക്യാമ്പ് ചെയ്ത് നമ്മുടെ സോളോ ക്യാമ്പിങ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഈ വയനാട് വിട്ടിട്ട് നമ്മളിങ്ങനെ പോവുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ അതിനകത്ത് ഇതൊന്നുമില്ല. നമ്മൾ വയനാട് വിട്ടിട്ട് സൈക്കിളിൽ ഇങ്ങനെ പോയി ഓരോരോ നാട് ചുറ്റി അങ്ങനെ ക്യാമ്പ് ചെയ്ത് പോവുക. അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്. അപ്പോൾ ആശാനില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശാന് ഓൾറെഡി ഒന്നാമത് ഈ പണിയുണ്ട്. ആശാന് ഇങ്ങനെ ഓരോ പണികളും മരപ്പണികളും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആശാന് തൽക്കാലം ഇപ്പം ഇല്ല. ആശാനെ നമ്മൾ ഒഴിവാക്കണമെന്നല്ല, ആശാന് അങ്ങനെ ഒഴിവാവുമില്ല, നമ്മുടെ ചങ്കാണ്. പിന്നെ അപ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ പോയിട്ട് പിന്നെ ആശാനെ വിളിച്ചാൽ മതിയല്ലോ. നേപ്പാളിലൊക്കെ പോകാനാകുമ്പോഴത്തേക്ക് ആശാനെ വിളിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ സൈക്കിൾ ഓടിച്ച് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ ചെറുപ്പത്തിലെങ്ങാണ്ട് സൈക്കിൾ ഓടിച്ച ആ ഒരു പരിചയമുള്ളൂ. അതായത് 7, 8, ആ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലൊക്കെ ആ സമയത്താണ് സൈക്കിൾ ഓടിച്ചിട്ടുള്ള പരിചയമുള്ളൂ. പിന്നെ ഞാൻ സൈക്കിൾ ഓടിച്ചിട്ടില്ല. വല്ലപ്പോഴും എന്നല്ല, ഞാനങ്ങനെ ഓടിച്ചിട്ടേ ഇല്ല. പിന്നെ ഓടിക്കുന്നത് ഇപ്പോഴാട്ടോ. ഇപ്പോൾ ഈ സൈക്കിള് നമുക്ക് കിട്ടിയതിന് ശേഷമാണ് നമ്മളങ്ങനെ ഓടിച്ചിട്ടില്ല കേട്ടോ. 1-2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ താഴെക്കൂടെ അങ്ങനെ ഓടിച്ചെന്നല്ലാണ്ട് പിന്നെ അങ്ങനെ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ആയി വരണം. പിന്നെ സൈക്കിളിൽ പോകുന്നത് വേറൊരു രീതിയാണല്ലോ. ബൈക്കിലും ഇതിലൊക്കെ പോകുമ്പോൾ എക്സ്പെൻസാണ്, ഇതാകുമ്പോൾ വലിയ എക്സ്പെൻസ് ഇല്ല. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങണത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഈ സൈക്കിൾ കൊണ്ട് കൊടുത്തതും സർവീസ് ചെയ്തതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്തത്. ഇനി നാളെ കിട്ടുന്ന പറഞ്ഞത്, നാളെ എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ സൈക്കിൾ എന്തായി എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ട്രയലൊക്കെ ഒന്ന് ഓടിച്ച് സെറ്റായിട്ട് വേണം. അധികം വലിയ താമസിക്കാതെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇറങ്ങണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യുക, എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ ഓരോ ജില്ലയിലും എല്ലാ നാട്ടിലും ഞാൻ വരും കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരുടെ നാട്ടിലും ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ നാട്ടിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് അങ്ങനെ നേപ്പാളിൽ പോകാമല്ലോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു പ്ലാനിങ്ങിൽ വെച്ചിരിക്കുന്നത്. അത് സക്സസ് ആവുമെന്നൊന്നും അറിയില്ല, നമ്മളിതായിട്ട് ആദ്യമായിട്ടുള്ള പരിപാടിയല്ലേ. പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെയാണ്. അപ്പോൾ ഏത് നാട്ടിലായാലും അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാമല്ലോ. നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് ക്യാമ്പ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ചിക്കനൊക്കെ ചുട്ടോ പൊരിച്ചോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ ബാക്കി നമുക്ക് സൈക്കിൾ നന്നാക്കിയിട്ട് നാളെ നോക്കാം അല്ലേ. ഓക്കെ.